തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റവും അധികം വിമതന്മാർ ഉണ്ടായിരുന്ന ഒരു ജില്ലയാണ് വയനാട്. കാണാനും പ്രവർത്തിക്കാനും ചെറിയ ജില്ലയാണെങ്കിലും KPCCക്ക് എന്നും ഒരു തലവേദനയാണ് വയനാട്ടിലെ കോൺഗ്രസ്. ഭാരവാഹികൾ ആത്മഹത്യ ചെയ്തതും പരസ്പരം തമ്മിൽ തല്ലുന്നതും അതുപോലെ കുതികാൽ വെട്ടുന്നതും ഒക്കെയായി വയനാട് DCC വലിയ വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമത ശല്യം അതിരൂക്ഷമായി ഉണ്ടായത്. എന്നാൽ അതെല്ലാം വളരെ രമ്യമായി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. അതായത് കേരളം മുഴുവൻ ചർച്ചയായത് വയനാട്ടിലെ ഒരു യുവ നേതാവിന്റെ വിമത സ്ഥാനാർത്ഥിത്വമാണ്. ജഷീർ പള്ളിവയൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വയനാട്ടിൽ വിമതനായി മത്സരിക്കാൻ തീരുമാനിച്ച യൂത്ത് കോൺഗ്രസിന്റെ ആ സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവയൽ ഇന്നിതാ പത്രിക പിൻവലിച്ചിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കന്മാരുടെ ഇടപെടലിന് പിന്നാലെയാണ് ജഷീർ പള്ളിവയൽ പത്രിക പിൻവലിച്ചത് എന്നാണ് അറിയുന്നത്. തോമാട്ടുചാൽ ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് വിമത സ്ഥാനാർത്ഥിയായാണ് ജഷീർ പത്രിക നൽകി പ്രചരണം തന്നെ ആരംഭിച്ചിരുന്നത്. കോൺഗ്രസിൽ വിശ്വാസമുണ്ടെന്നും പാർട്ടിക്ക് കളങ്കം വരുത്തില്ല എന്നും ജഷീർ പള്ളിവയൽ പറയുകയുണ്ടായി. എന്നാൽ ആരിടപെട്ടാലും ഇല്ലെങ്കിലും ചിലർ മത്സരിക്കാനും പാർട്ടിയെ വെല്ലുവിളിക്കാനും ഒക്കെ തീരുമാനിച്ചാൽ അതവർ ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെയാണ് ഈ പാർട്ടി നശിച്ച് ഉപ്പുവെച്ച കലം പോലെ ആയത്. എന്നാൽ വയനാട്ടിലെയും മലപ്പുറത്തെയും ഒക്കെ വിമതന്മാർക്ക് പിന്മാറാനുണ്ടായ കാരണങ്ങൾ എന്താണെന്ന് 2 ദിവസമായി സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അത് ആ കമന്റിൽ മുഴുവൻ നിറഞ്ഞു നിന്നത് മലപ്പുറം DCC അധ്യക്ഷന്റെ പഴയ വാക്കുകളായിരുന്നു. കൂടുതൽ പറയാതെ ആ വാക്ക് തന്നെ VS ജോയിയുടെ വാക്കുകൾ തന്നെ നമുക്കൊന്ന് കേട്ടു നോക്കാം. തീർച്ചയായും അതിലൊക്കെ സംസാരമൊക്കെ നടന്നിട്ടുണ്ട്. അതിലൊന്നും ഒരു പരിഭവവും പ്രയാസവും എനിക്കില്ല. നിങ്ങൾ എത്ര കോലിട്ടിളക്കിയാലും ഞാൻ പറയുന്ന ഒരു തെരഞ്ഞെടുപ്പിലല്ല 1000 തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചാലും അര വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന, കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും ഒരു നടപടിയും നിലപാടും എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ എത്ര കോലിട്ടിളക്കിയാലും ഞാൻ ഒരു വാക്ക് പോലും പറയില്ല. അതായത് മലപ്പുറം DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് VS ജോയി പറഞ്ഞത് 1000 തവണ തനിക്ക് സീറ്റ് നിഷേധിച്ചാലും ഒരു വാക്കുകൊണ്ടോ അര നോക്കുകൊണ്ടോ ഞാൻ എന്റെ പ്രസ്ഥാനത്തെ വേദനിപ്പിക്കുന്ന ഒന്നും തന്നെ ചെയ്യില്ല എന്നുള്ളതാണ്. ആ വാക്കുകൾക്ക് വലിയ കയ്യടിയാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം കേൾക്കുന്നത് കോൺഗ്രസിന് വലിയൊരു ഉത്തേജനമാണ് നൽകുന്നത്. ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വാർത്താ മാധ്യമങ്ങളിൽ വന്നപ്പോൾ അതിന് താഴെ വരുന്ന കമന്റുകളിൽ 99% ഈ VS ജോയിയുടെ വാക്കുകളായിരുന്നു. വലിയ സോഷ്യൽ മീഡിയ പിന്തുണ ഉള്ള നേതാവാണ് ഈ ജഷീർ പള്ളിവയൽ എങ്കിലും പാർട്ടിയെ ധിക്കരിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവരും അയാൾക്കെതിരായി കൈവിട്ടു തുടങ്ങി. 2 തവണ സീറ്റ് തന്നു, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയിരുന്നു ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്. ചെറിയ വയസ്സിൽ തന്നെ എല്ലാം പാർട്ടി നൽകിയിട്ടും അതൊന്നും പോരാ എന്നും പറഞ്ഞിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ജഷീർ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയത് 1-2 ദിവസം. ഏറെ പിന്തുണയുള്ള ജഷീറിനെതിരെ കോൺഗ്രസ് സൈബർ ലോകം തിരിയുകയും VS ജോയിയെ കണ്ടുപഠിക്കാൻ ആഹ്വാനം ചെയ്യുകയുമായിരുന്നു. VS ജോയിയുടെ കാല് കഴുകിയ വെള്ളം തരട്ടെ എന്നാണ് പലരും ഈ ജഷീറിനോട് ചോദിച്ചത്. അങ്ങനെ ഒരു ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ തകർത്ത് കളയാൻ തക്ക ഒരു വിഭാഗത്തെ കൊടുങ്കാറ്റായി വന്നപ്പോൾ അതിനെ തടുത്തു നിർത്താൻ VS ജോയിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു നേതാവിന്റെ വിജയം എന്ന് പറയുന്നത്.